ഇന്നിവിടെ ഞാൻ നോക്കാൻ പോകുന്നത് എൻ്റെ നിലവിലുള്ള ഒരു വാട്സാപ്പ് ഞാൻ ബീറ്റ വേർഷൻ ആക്കാൻ പോവാണ്. അപ്പോൾ ഈ വാട്സാപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. 2 കോണ്ടാക്ട് ചെയ്തേ ഉള്ളൂ. ഇത് നമ്മൾ ഈ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോണാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വാട്സാപ്പ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബീറ്റ വേർഷൻ ആക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരിക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ പ്ലേ സ്റ്റോറിൽ ഒന്ന് പോവാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ വാട്സാപ്പ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മുടെ നിലവിലെ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വാട്സാപ്പ് ഒന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ കാണാം അത് അപ്ഡേറ്റഡ് വേർഷൻ ആണ്. വിൻഡോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്തിരി ലാഗ് ഉണ്ട്. ഫോൺ പഴയതായതുകൊണ്ടാവാം. ഓക്കെ, ഇവിടെ വാട്സ്ആപ്പ് ന്യൂ ഇവിടെ തിരിച്ചു വന്നു. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ഇതുപോലെ വെർഷൻ അപ്ഡേറ്റ് നവംബർ 28 ഒക്ടോബർ നവംബർ ഡിസംബർ. ഇത് ഡിസംബർ മാസമാണ്. ഡൗൺലോഡ് ആൻഡ്രോയിഡ് ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. ഏത് വാട്സാപ്പാണ് നമ്മുടെ കയ്യിലുള്ള വേർഷൻ 2.23.2482 വേർഷനാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ പോയിട്ട് ബീറ്റ വേർഷൻ ആക്കാം. ബീറ്റ വേർഷൻ ആക്കാനായിട്ട് ഗൂഗിൾ ക്രോമിൽ പോവുക. ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഇവിടെ വാട്സാപ്പ് ബീറ്റ വേർഷൻ അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ തന്നെ ഫസ്റ്റ് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും, വാട്സാപ്പ് ബീറ്റ എന്ന് വരും. സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം താമസം ഉണ്ടാവും. ഇതുപോലെ ഒരു സെറ്റിംഗ്സ് ആണ് വരിക. ഇതുപോലെ ഒരു സ്ക്രീനാണ് വരിക. അപ്പൊ ഇവിടെ ഈ ബീറ്റ വേർഷന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പ് കൊണ്ടുവരുന്ന പുതിയ പരീക്ഷണങ്ങളൊക്കെ ബീറ്റ വേർഷനിലാണ് വരിക. അപ്പൊ നമ്മുടെ വാട്സാപ്പ് മെസ്സേജുകൾ ഒരുപക്ഷെ ഡിലീറ്റ് ആയി പോവാനും വാട്സാപ്പ് ഒരുപാട് ഡിലേ ആവാനും ഒക്കെ ഒരുപാട് ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ബീറ്റ വേർഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെ പോലെ ബിക്കം എ ടെസ്റ്റർ എന്ന് കാണാൻ സാധിക്കും. സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് വരിക. അപ്പൊ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ എഴുതി കാണിക്കുക. ഇതിൽ പറയുന്നുണ്ട് മാക്സിമം നമ്പർ ആയി. ഈ വാട്സാപ്പ് ടെസ്റ്റർ അത്ര എണ്ണം ഉണ്ടല്ലോ, അത്ര എണ്ണമായി, ഇനി പുതിയതായിട്ട് ആൾക്കാരെ എടുക്കുന്നില്ല എന്നാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോ നമുക്ക് ടെസ്റ്റർ ആവാനുള്ള ഒരു വകുപ്പില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്.